നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലും മഴക്കാല മുൻകരുതലുകൾ ശക്തിപ്പെടുത്തി ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റി. 3 ദിവസങ്ങളിലായി മലയോരത്ത് ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മഴ കനത്തതോടെയാണ് മുൻകരുതൽ പ്രവർത്തനങ്ങൾക്ക് അന്തിമ രൂപം നൽകിയത്. കഴിഞ്ഞ ദിവസം മയിൽ, പാവന്നൂർ മൊട്ട, ഇരുവാപ്പുഴയിൽ മണ്ണിടിഞ്ഞ് 3 വിദ്യാർത്ഥികൾ വെള്ളത്തിൽ വീണ് മരിച്ചിരുന്നു. ഇതേ ദിവസം ദേശീയപാത നിർമ്മാണത്തിനായി ആഴത്തിൽ കുഴിയെടുത്ത കണ്ണൂർ താഴെ ചൊവ്വയിൽ വീടിടിഞ്ഞ് താഴേക്ക് പതിച്ചു. അപകട ഭീഷണിയെ തുടർന്ന് റവന്യൂ അധികൃതരുടെ നിർദ്ദേശത്തിൽ ഒരാഴ്ച മുമ്പ് ഈ വീട്ടിലെ കുടുംബം വീട് ഒഴിഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുൻകരുതൽ ശക്തമാക്കിയത്. അതിതീവ്ര മഴ ലഭിച്ച് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയവ ഉണ്ടാകുന്ന ഭൂപ്രദേശങ്ങൾ, അവിടങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ, ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വെള്ളക്കെട്ട് തുടങ്ങിയ കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് ശക്തമാക്കാൻ തീരുമാനിച്ചത്. മലയോരത്ത് ഉരുൾപൊട്ടലുണ്ടാകുന്ന ഭാഗങ്ങളിൽ ദിവസങ്ങളോളം മഴ കനക്കുകയാണെങ്കിൽ ഇവിടുത്തെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അതാത് തഹസിൽദാർമാർക്കാണ് ഏകോപന ചുമതല. കടൽ പ്രദേശങ്ങളിലൂടെ മേഘസഞ്ചാരമുണ്ടായതിനാൽ തലശ്ശേരി, മുഴുപ്പിലങ്ങാട്, കണ്ണൂർ, പയ്യന്നൂർ പ്രദേശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. മറാത്താവാഡയ്ക്ക് സമീപം ചക്രവാത ചുഴി നിലനിൽക്കുന്നതിന്റെ സ്വാധീനമായാണ് ശക്തമായ ഇടിമിന്നലും മഴയ്ക്കും സാധ്യതയുള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 4 ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അധികൃതരുടെ നിർദ്ദേശപ്രകാരം തീരദേശത്തു നിന്ന് മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ കടലിലേക്കും ബീച്ചുകളിലേക്കുമുള്ള യാത്രകൾ നിർത്തിവെക്കാനും നിർദ്ദേശമുണ്ട്. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാക്കാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കുക. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വയ്ക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കുക. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കണം. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വയ്ക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റു ജലാശയങ്ങളോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടില്ല. അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി വിടാനുള്ള സാധ്യത മുൻകരുതി കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തണം. അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കണം. മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകിയും പോസ്റ്റുകൾ തകർന്നു വീണുമുണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.